എല്ലാവരെയും പുതിയൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇറാന്റെ സൈനിക വിഭാഗമായ IRGC അമേരിക്കയ്ക്ക് നൽകുന്ന മുന്നറിയിപ്പ്, US സൈനികർ ഉടൻ തന്നെ മിഡിൽ ഈസ്റ്റിലെ എല്ലാ US താവളങ്ങളും അടച്ചുപൂട്ടി സ്ഥലം വിട്ടുപോകണമെന്നാണ്. അല്ലെങ്കിൽ ഹോട്ടലുകൾ, തുരങ്കങ്ങൾ, വ്യാവസായിക മേഖലകൾ, ഭൂഗർഭ ഷെൽട്ടറുകൾ എന്നിവ ഉൾപ്പെടെ മേഖലയിലെ അമേരിക്കൻ സാന്നിധ്യമുള്ള എവിടെയും ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണ് എന്ന മുന്നറിയിപ്പാണ് ഇറാൻ അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നത്. സത്യത്തിൽ നെഞ്ചത്തിടിച്ചാണ് ട്രംപും മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക വിഭാഗമായ സെൻകോമും ഇക്കാര്യം കേട്ടത്. ഇറാൻ തങ്ങളെ വളഞ്ഞിരിക്കുന്നു എന്നവർക്ക് മനസ്സിലായിരിക്കുന്നു. വടക്ക് തുർക്കി മുതൽ തെക്ക് ഒമാൻ വരെയും കിഴക്ക് അഫ്ഗാനിസ്ഥാന്റെ അതിർത്തികൾ മുതൽ പടിഞ്ഞാറ് ഈജിപ്റ്റ് വരെയുമുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ ആധിപത്യം ഉറപ്പിക്കാൻ വളരെ കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സംവിധാനങ്ങളാണ്. അതെല്ലാം പറിച്ചെടുത്ത് സ്ഥലം കാലിയാക്കണമെന്നാണ് ഇറാന്റെ പുതിയ പരമോന്നത മേധാവിയായ മുജ്തബ ഖാംനെയുടെ ഉത്തരവ്. ഈ മുന്നറിയിപ്പ് ശരിക്കും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിക്ക് കൂടിയാണ് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്നാൽ, മിഡിൽ ഈസ്റ്റിലുള്ള ഈ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അറബ് സുൽത്താൻമാരുടെ കയ്യിൽ നിന്നും കാലങ്ങളായി വലിയ സംരക്ഷണ പണം അമേരിക്ക വാങ്ങി അവർ ജീവിച്ചു പോന്നിരുന്നത്. ഈ സംരക്ഷണം നൽകുക എന്നതുകൊണ്ട് അറബ് രാജ്യങ്ങൾക്ക് യൂറോപ്പിൻ്റെയോ റഷ്യയുടെയോ ചൈനയുടെയോ കൊറിയയുടെയോ അതല്ലെങ്കിൽ ഇറാൻ്റെയോ ആക്രമണ ഭീഷണി ഉണ്ടെന്ന് അർത്ഥമൊന്നുമില്ല. പകരം അറബ് രാജ്യങ്ങൾക്ക് ഭീഷണിയുള്ളത് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും രസകരമായ കാര്യം. അമേരിക്ക ഇസ്രയേലിനെ വിട്ട് അറബ് രാജ്യങ്ങളെ ആക്രമിക്കും എന്നാണ് അർത്ഥം. അങ്ങനെ ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്ക് ആവശ്യമുള്ള പണം തരിക, ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കും എന്നാണ് ഡീലുള്ളത്. അമേരിക്കയ്ക്ക് ഖത്തർ $400 കോടി വിമാനം നൽകിയതിൻ്റെ പിന്നിലും ഇത്തരം ചില ഭീഷണി കഥകളാണുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് യാത്രാ വിമാനമായ എയർഫോഴ്സ് 1 വിമാനം വളരെ കാലപ്പഴക്കം ചെന്ന ഒരു വാഹനമാണ്. അതിൽ പോയാൽ ട്രംപ് ചിലപ്പോൾ ആകാശത്തുനിന്ന് തലയും കുത്തി താഴെ വീഴുമെന്ന് ഭയന്ന് ഖത്തറിലെ അമീറിനോട് ഞങ്ങൾക്കൊരു വിമാനം വേണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഖത്തർ ഇനി അഥവാ അത് കൊടുക്കാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഖത്തറിൽ നിന്നും പിടിച്ചു മേടിക്കാനും അമേരിക്കയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ആരാരും അറിയാതെ സമ്മാനം എന്ന നിലയിൽ ഖത്തർ അമേരിക്കയ്ക്ക് ഈ വിമാനം നൽകിയത്. സത്യത്തിൽ ഇതിൻ്റെ പിന്നിൽ ഭീഷണി തന്നെയാണുള്ളത്. ഇങ്ങനെയുള്ള സംരക്ഷണ കാശും അതുകൂടാതെ അമേരിക്കയ്ക്ക് എങ്ങും വിൽക്കാൻ കഴിയാത്ത കുറേ തുരുമ്പ് പിടിച്ച വിമാനങ്ങളും ആയുധങ്ങളും ഈ മിഡിൽ ഈസ്റ്റിലെ രാജാക്കന്മാർക്ക് വലിയ തുകയ്ക്ക് കെട്ടിയേൽപ്പിച്ച് കിട്ടുന്ന കാശുമൊക്കെ വാങ്ങിയാണ് അമേരിക്ക കാലങ്ങളായി പൂട്ടടിച്ചുകൊണ്ടിരിക്കുന്നതും വാരിക്കോരി ചിലവഴിക്കുന്നതും. അല്ലാതെ അമേരിക്കയുടെ സമ്പത്ത് കൊണ്ടൊന്നും അല്ല അമേരിക്ക ഈ ആഡംബരത്തോടെ ജീവിക്കുന്നതും ലോകത്തിൽ നമ്പർ 1 ആയി നിൽക്കുന്നതും. ലോകത്തുള്ള എല്ലാ ചെറുരാഷ്ട്രങ്ങളിലും പോയി ഗുണ്ടായുസം കാണിച്ച് അവിടെ നിന്ന് കാശ് മേടിച്ചുകൊണ്ട് വന്നിട്ടാണ് ഇവർ ലോകത്തെ സമ്പന്ന രാഷ്ട്രമായി വിലസുന്നത്. അതിൽ പ്രധാനം എണ്ണസമ്പത്തിൻ്റെ രാജ്യമായ മിഡിൽ ഈസ്റ്റിൽ നിന്നും വരുന്ന വരുമാനം തന്നെയാണ്. എന്നാൽ ഇറാന്റെ എൻട്രിയോടെ ഈ വരുമാന സ്രോതസ്സുകളെല്ലാം മുറിഞ്ഞു പോകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക തീർത്തും ദുർബലമായ ഒരു അവസ്ഥയിലാണിപ്പോൾ എന്നതിൻ്റെ തെളിവായി കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ പ്രസ്താവനയെ നമുക്ക് കാണാവുന്നതാണ്. ഇറാനിൽ ഇനി ഞങ്ങൾക്ക് ആക്രമിക്കാൻ ഒന്നും ബാക്കിയില്ല, അവിടെ മുഴുവൻ തകർത്ത് വാരി വെട്ടിക്കിളച്ച് കൂമ്പാരമാക്കിയിരിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. ട്രംപിൻ്റെ ഈ തള്ളൽ കേട്ടപ്പോൾ ഒരു BPLകാരനെങ്കിലും ബാക്കി വെക്കേണ്ടേ, ഇനി റേഷനറി എന്ത് ചെയ്യും എന്ന ഒരു കാറ്റഗറിയിലാണ് ഇതിന് ട്രോൾ മറുപടികൾ ലോകം മുഴുവൻ ഉണ്ടായത്. അതുകൂടാതെ കെൻഡക്കിയിലെ ഹെബ്രോണിൽ ട്രംപ് നടത്തിയ പ്രസംഗത്തിൽ ഇറാനിൽ ആക്രമണം ആരംഭിച്ച് മണിക്കൂറുകൾക്കകം തന്നെ നമ്മൾ വിജയിച്ചു എന്നാണ് അനുയായികളോട് അയാൾ തട്ടിവിട്ടത്. എന്നാൽ ദൗത്യം പൂർണ്ണമാക്കാനാണ് സൈന്യം ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ തുടരുന്നത് എന്നും കൂടി ഈ അമേരിക്കക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ട്രംപ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തള്ളിമറിക്കാമെന്നല്ലാതെ ഫലത്തിൽ അമേരിക്ക വളരെ നാശമാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അടി ശരിക്കും കിട്ടുന്നുണ്ട്. ട്രംപ് ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നത് ട്രംപിന് യുദ്ധം മടുത്തിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണിത്. യുദ്ധം മടുക്കുന്നത് ആയുധങ്ങളില്ലാതെ വരുമ്പോഴോ അതല്ലെങ്കിൽ ശത്രുപക്ഷത്തെ അടിക്കുന്ന ആയുധങ്ങൾ അവർക്ക് ഏൽക്കാതെ വരുമ്പോഴൊക്കെയാണ്. ഇതേ ട്രംപും നെതന്യാഹുവും കൂടിയാണ് ഗസയെ 1-2 കൊല്ലത്തിലധികമായി അടിച്ച് തകർത്തുകൊണ്ടിരിക്കുന്നത്. ഗസയിലെ ജനങ്ങൾക്ക് ആയുധമോ അവർക്ക് പ്രതികരിക്കാനുള്ള ശേഷിയോ ഒന്നുമില്ല. അതുകൊണ്ട് നിരന്തരമായിട്ട് അവിടെ ആക്രമിച്ച് ജനങ്ങളെ കൊലപ്പെടുത്തി ആസ്വദിക്കുന്ന ഒരു രീതിയാണ് അവർ തുടർന്നു വന്നത്. അവരോട് അമേരിക്ക ഇങ്ങനെ ഞങ്ങൾ യുദ്ധം നിർത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ഇനി ഗസയെ ആക്രമിക്കേണ്ട എന്ന ഒരു നിലപാടൊന്നും എടുത്തിരുന്നില്ല. അപ്പോൾ ദുർബലത കാണുന്നിടത്ത് അതികഠിനമായ രീതിയിൽ അതിക്രൂരമായ രീതിയിൽ നശിപ്പിക്കുക എന്ന ഒരു തന്ത്രമാണ് അമേരിക്ക പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇസ്രായേൽ പ്രയോഗിക്കുന്നത്. അതിനിപ്പോൾ ഒരു തിരിച്ചടിയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും ഇറാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഇതേ റമദാൻ മാസത്തിൽ തന്നെയാണ് ഗസയിലെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പട്ടിണിക്കിട്ട് തേച്ചരച്ച്
ഇസ്രയേൽ കൊന്നുകൊണ്ടിരുന്നത്. ഈ വർഷം അതേ അവസ്ഥയാണ് ഇസ്രയേലിലുള്ളത്. ഇസ്രയേലിലെ ജനങ്ങളും അന്ന് ഗസയിൽ അനുഭവിച്ച അതേ മനുഷ്യരുടെ പട്ടിണിയിലാണ് പെട്ടിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ പോലും ആർക്കും മാർഗമില്ല, കിടക്കാൻ ഇടമില്ല, ബങ്കറുകളിൽ ധൈര്യത്തോടെ കഴിയാൻ പറ്റുന്നില്ല, എപ്പോഴും തകരാൻ എന്നുള്ള ഒരു അവസ്ഥയിലാണ്. അതായത് എലികളെപ്പോലെ തന്നെയാണ് കഴിയുന്നത്. ദേവസേന നേരത്തെ ഗസയിലും നമ്മൾ കണ്ടത്. അപ്പോൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത് പോലെ ദൈവം നീതിമാനാകുന്നത് ഇങ്ങനത്തെ ചില സാഹചര്യങ്ങളിലാണ്. എന്നാൽ ഇറാനിൽ ഇപ്പോൾ ഒന്നും ബാക്കിയില്ല എന്ന് ട്രംപ് പറയുമ്പോൾ US ഇൻ്റലിജൻസ് പറയുന്നത് യുദ്ധം 13-ാം ദിവസത്തിലേക്ക് കടക്കുന്നു, പക്ഷേ ഇറാൻ സർക്കാർ തകരാനുള്ള സാധ്യതയില്ല എന്നാണ്. തന്നെയുമല്ല, ടെഹ്റാനിൽ കാര്യമായ നാശനഷ്ടങ്ങളൊന്നുമില്ല എന്നും അമേരിക്കൻ ഇൻ്റലിജൻസ് പറയുന്നുണ്ട്. ഞങ്ങളിപ്പോൾ യുദ്ധമൊക്കെ ജയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഇറാനെ ആക്രമിക്കുന്നില്ല എന്ന് പറഞ്ഞ ഈ നാടകത്തിൻ്റെ കട്ടനിട്ട് രക്ഷപ്പെടാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവസാന അടവാണ് ട്രംപിൻ്റെ വാക്കുകൾ. എന്നാൽ ഇറാന്റെ തലൈവറായ മൊജിത്തബ ഖാംനെയി ട്രംപിനെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. ശത്രുവിന് പരിചയമുള്ളതും വളരെ ദുർബലവുമായ പ്രദേശങ്ങളിൽ പുതിയ യുദ്ധമുന്നണികൾ തുറക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ച ഞങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അയാൾ പറയുന്നത്. ഞങ്ങൾ എന്ന് പറയുന്നത് ഇറാൻ്റെ പ്രോക്സി സംഘടനകളെയാണ്. ഇവരെല്ലാം കൂടി അടുത്ത് നമുക്കിനി എവിടെയൊക്കെ ആക്രമണം നടത്തണം, ഇവന്മാരെ എവിടെയൊക്കെ താവളമുണ്ടോ അതൊക്കെ തീർക്കണം എന്നാണ് ചർച്ച നടത്തുന്നത്. അതിനർത്ഥം യുദ്ധം ദയവായി നിർത്തണമെന്നും അമേരിക്കയ്ക്ക് മാന്യമായി പിന്മാറാനുള്ള അവസരമൊരുക്കണമെന്നുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അഥവാ അങ്ങനെ സമ്മർദ്ദം വർദ്ധിച്ചാൽ ഇറാൻ അല്പം പിൻവലിഞ്ഞ് നിൽക്കാനും സാധ്യതയുണ്ട്. പകരം ഇറാന്റെ പ്രോക്സികളായ ഹിസ്ബുള്ള, ഇറാഖ് മിലീഷ്യകൾ, ഹൗത്തികൾ എന്നിവരെ ഇറക്കി അമേരിക്കയും ഇസ്രയേലിനെയും ആക്രമിച്ച് യുദ്ധം തുടരുക എന്നൊരു തീരുമാനമാണ് ഇറാൻ എടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്കുള്ള തട്ടുകട വരെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യും, ആക്രമിക്കും എന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തുന്നത്. ഇത്തരം പ്രോക്സികളെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ അമേരിക്കയുടെ ഏറ്റവും ഉള്ളറയിലുള്ള ഭാഗങ്ങളിൽ വരെ കടന്നു ചെന്ന് ആക്രമിക്കാൻ ഇത്തരം സംഘടനകൾക്ക് കഴിയും. അതുകൊണ്ടാണ് അവരെ ഉപയോഗിക്കും എന്ന് പറയുന്നത്. സത്യത്തിൽ അമേരിക്ക ഇത്രയും വലിയ പുലിവാൽ അവരുടെ ചരിത്രത്തിൽ എവിടെയും പിടിച്ചതായിട്ട് കാണാൻ കഴിയില്ല. ഊരിപ്പോകാൻ യാതൊരു വഴിയില്ല. അമേരിക്കൻ ചരിത്രം പരിശോധിച്ചാൽ അവർ ഇതുപോലെ പെട്ട ഒരു സ്ഥലം ഉണ്ടാവില്ല. യുദ്ധം നിർത്തിയാലും മറുപക്ഷം നിർത്തുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ മതിയെ മടുത്തേന്ന് പറഞ്ഞിട്ടും നേരത്തെ അങ്ങനെയല്ല. അമേരിക്കയ്ക്ക് ഇഷ്ടമുള്ളപ്പോൾ നിർത്തിപ്പോകാം, ഇഷ്ടമുള്ളപ്പോൾ തുടങ്ങാം, അതായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. അമേരിക്കയുടെ ഇഷ്ടത്തിന് യാതൊരു വിലയുമില്ല. ഇറാൻ്റെ തീരുമാനത്തിനാണ് അന്തിമ വിധി ഉണ്ടാവുന്നത്. അമേരിക്കയെ മിഡിൽ ഈസ്റ്റിൽ ഇറാൻ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ്, പിന്നെ UAE രാജ്യങ്ങൾ, ഇവരെല്ലാം ആക്രമിക്കുക എന്നാണ് അർത്ഥം. ഇതിന്റെ ഫലം അനുഭവിക്കേണ്ടത് ഈ രാജ്യങ്ങളാണ്. അമേരിക്കൻ യുദ്ധക്കപ്പൽ എബ്രഹാം ലിങ്കൺ കാര്യമായ തകർച്ചയോടെ ഇതിനകം തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ പേര് കേട്ട ജെറാൾഡ് R. ഫോർഡ് എന്ന കപ്പൽ ഇന്നലെ തേപിടിച്ച് തിരികെ പോകാനുള്ള വഴി അവരിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ഈ അടുത്ത ദിവസം മിഡിൽ ഈസ്റ്റ് വിടുന്നതാണ്. അതോടെ വലിയ വെല്ലുവിളിയൊക്കെ ആയിട്ട് വന്ന ഈ 2 യുദ്ധക്കപ്പലുകളും നിക്കറ് കയറി സ്ഥലം വിടുകയാണ്. അമേരിക്കയെ സംബന്ധിച്ച് ഇത്തരം സൈനിക മിഷനറികൾക്ക് വൻ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ അറബ് രാജ്യങ്ങൾക്കാണെങ്കിൽ അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം തന്നെയാണ് നഷ്ടപ്പെടുന്നത്. ദുബായ് നഗരത്തിലെ ബുർജ് ഖലീഫയ്ക്ക് സമീപത്ത് കൂടി നിരന്തരം ഇറാനിയൻ മിസൈലുകൾ പായുമ്പോൾ അത് ഇസ്രായേലുമായിട്ടുള്ള ഈ ദുബായിയുടെ കൂട്ടുകെട്ടിന് ഇറാൻ നൽകുന്ന ഭയപ്പെടുത്തുന്ന ശിക്ഷയാണെന്ന് കണക്കാക്കാൻ ഇപ്പോൾ ദുബായ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതാനും ഡിഗ്രികൾ കൂടി ചരിച്ച് ഈ മിസൈലുകൾ കൊണ്ട് ബുർജ് ഖലീഫയെ തകർക്കാത്തത് ദുബായ്ക്ക് ഇറാൻ നൽകുന്ന ഒരു ഇളവാണെന്നും ഇപ്പോൾ ദുബായ് മനസ്സിലാക്കി കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഇറാൻ ഈ അറബ് രാജ്യങ്ങളിൽ ഇപ്പോൾ ആക്രമണം തുടരുന്നതിന് പിന്നിലുള്ള മനഃശാസ്ത്രം ഈ രാജ്യങ്ങളെ കൊണ്ട് മിഡിൽ ഈസ്റ്റിൽ ഇറാൻ്റെ മേധാവിത്വത്തെ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അമേരിക്കയെ മാറ്റി ആ സ്ഥാനത്ത് ഇറാനെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു തന്ത്രമാണ് ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നിരന്തരം ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ആക്രമിച്ച് ഭയപ്പെടുത്തിയെങ്കിൽ മാത്രമേ അമേരിക്കയെ തള്ളിപ്പറയാൻ അറബ് സുൽത്താൻമാർ തയ്യാറാകൂ എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയെ തള്ളിപ്പറയാൻ അറബികൾ തയ്യാറായാൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് അറബികൾ നൽകുന്ന സംരക്ഷണ പണം ഒരുപക്ഷെ ഭാവിയിൽ അവർ നൽകേണ്ടി വരില്ല എന്നുള്ള ഒരു ലാഭമാണ് ഉണ്ടാവാൻ പോകുന്നത്. ഈ പണം ഒരിക്കലും ഇറാന് അവർ നൽകേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ അത് വലിയ ലാഭമാവും ഈ അറബ് രാജ്യങ്ങൾക്ക് ഉണ്ടാവുക. തന്നെയുമല്ല, ഈ അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതിലൂടെ ഇസ്രയേൽ ഇനി ഒരിക്കലും തല പൊക്കുകയുമില്ല. അതോടെ അറബികൾക്ക് ഭയമില്ലാതെ എക്കാലവും സുഖമായി കഴിയാം. എന്നാൽ ഇങ്ങനെ ഭയന്നോടിയാൽ പോലും അമേരിക്ക
മിഡിൽ ഈസ്റ്റിനെ ഉപദ്രവിക്കാൻ വേണ്ടി വീണ്ടും തിരികെ വരില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. എങ്കിലും ഇറാൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയെ തിരിച്ചു ഓടിക്കാൻ അവർക്ക് വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഈ ഗെയിമിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഇറാൻ ഉള്ളത്. അവർക്ക് ഇതുവരെ നഷ്ടപ്പെടുത്തിയതെല്ലാം വലിയ ലാഭത്തോടെ ഈ യുദ്ധത്തിൽ ഇറാൻ തിരിച്ചു പിടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അക്കൂട്ടത്തിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ഒന്നാകെ ഇറാൻ്റെ കീഴിലേക്ക് വരുമെന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് യുദ്ധം ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കുക. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.